കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7, 31 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ടൈർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളീസ് പ്രദേശത്തുകൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി നാവിൽ സ്പർശിച്ചു. അവൻ്റെ ചെവികളിൽ വിരലിട്ട് തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിനെ സുഖപ്പെടുത്തി. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് യേശു പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യം, ജെറൊബോവാമിൻ്റെ മുമ്പിൽ നിന്ന് അഹിയ തൻ്റെ പുറങ്കുപ്പായമെടുത്ത് അത് 12 കഷണങ്ങളാക്കി ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ദൈവം നമുക്ക് സ്നേഹം തരും, ദൈവം നമുക്ക് ധൈര്യം പകർന്നു തരും, ദൈവം നമുക്ക് പ്രത്യാശ നൽകും. അതുപോലെ തന്നെ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരും. അത് പ്രവാചകന്മാരിലൂടെ ആയിരിക്കാം, മറ്റേതെങ്കിലും ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. അതൊക്കെ ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റും. ഒരുപക്ഷെ ഒരു രോഗം നമുക്ക് വന്നത്, ഒരു കടബാധ്യത നമുക്ക് വന്നത്, ഒരു അപകടം നമുക്ക് വന്നത്, അതൊക്കെ വേണമെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ സ്വരമായി മാറുന്നവരാണ് പ്രവാചകന്മാർ. അപ്പം അത് ദൈവം തന്നെ നമ്മോട് സംസാരിക്കുന്ന. നമുക്കറിയാം, 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ സോളമൻ്റെ തെറ്റ് എന്തായിരുന്നു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം ദൈവം സോളമന് മുന്നറിയിപ്പ് നൽകിയതാണ്, നീ നിൻ്റെ ഭാര്യമാരുടെ ആ ഒരു പ്രേരണയ്ക്ക് വശംവദനായി ഒരിക്കലും നീ ഈ വിഗ്രഹാരാധനയിലേക്ക് പോകരുത്. പക്ഷേ ബാൽദേവൻ്റെ, അഷറേത്ത ദേവതയുടെ അവർക്കെല്ലാം ധൂപം അർപ്പിക്കുന്ന അല്ലെങ്കിൽ അന്യദൈവാരാധനയിലേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു. അത് ദൈവം കൊടുത്ത മുന്നറിയിപ്പ് അനുസരിച്ച് സോളമൻ പ്രവർത്തിക്കാതെ വന്നപ്പോൾ ദൈവത്തെക്കാൾ തൻ്റെ ഭാര്യമാരുടെ പ്രേരണയ്ക്ക് അവൻ വിധേയപ്പെട്ടപ്പോൾ അവിടെ സംഭവിച്ചാണ് അവൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടു. എന്നിട്ട് ദൈവം തന്നെ കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്, ദാവീദിനെ ഓർത്ത് 2 ഗോത്രം നിൻ്റെ കയ്യിലുണ്ടാകും, 10 ഗോത്രങ്ങൾ ഞാനെടുത്ത്, അല്ലെങ്കിൽ 1 ഗോത്രം ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ജെറൊബോവാമിന് കൊടുക്കും. അതാണ് ദൈവം ഇന്നത്തെ ആദ്യ വായനയിൽ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം തരുന്ന വഴികൾ, ആ വഴികൾ മനസ്സിലാക്കി ആ വഴികളിലൂടെ സഞ്ചരിക്കണം, ദൈവത്തിൻ്റെ വഴികളിലൂടെ. മാത്രമല്ല, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവവുമായിട്ടൊന്ന് ആലോചന ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദൈവവുമായിട്ട് ആലോചന ചെയ്ത് നമ്മളെടുക്കുന്ന ഒരു തീരുമാനം ദൈവത്തിൻ്റെയും കൂടെ തീരുമാനമാണ്. അതിൽ ദൈവാനുഗ്രഹം ഉണ്ടാകും, അത് നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധി കൂടുതലാണെന്നുള്ള ചിന്തയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം, ഞാൻ പ്രാർത്ഥിച്ചില്ലേലും ദൈവത്തോട് ആലോചന ചെയ്തില്ലേലും എനിക്ക് തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ മാർഗഭ്രംശം സംഭവിക്കാം, തകർച്ചകൾ വരാം എന്നുള്ളത് നാം തിരിച്ചറിയണം. നമ്മൾ എത്ര അധ്വാനിച്ചാലും ചിലപ്പോൾ അതിൻ്റെ ഫലം വേണ്ടതുപോലെ കണ്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ 16
മൂന്നാമത്തെ വചനം വായിച്ചാൽ, നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണി. നമ്മൾ അധ്വാനിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അലസരായി കഴിഞ്ഞാൽ ഒരുപാട് തിന്മകൾ വളർത്തുന്ന അനുഭവമുണ്ടാകും. പക്ഷെ നമ്മൾ അധ്വാനിക്കണം. അധ്വാനിക്കുന്നതോടൊപ്പം ദൈവാനുഗ്രഹം കൂടി നമുക്ക് വേണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ ഒരു മനോഹരമായ കോമ്പിനേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ഹ്യൂമൻ എഫർട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം, മനുഷ്യപ്രയത്നം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ മനോഹരമായ ഒരു കോമ്പിനേഷനായിട്ട് അത് മാറും. അതിൻ്റെ റിസൾട്ട് വലുതായിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു ഒരു രോഗസൗഖ്യം കർത്താവ് കൊടുക്കുന്നത്, നാവിൻ്റെ കെട്ടഴിക്കുന്നതും അതുപോലെ തന്നെ കാതുകളെ തുറക്കുന്നതുമായിട്ടുള്ള ഒരു രംഗം. കർത്താവ് ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുകയും ചെയ്തു, എഫാത്ത. അതിൻ്റെ അർത്ഥം തന്നെ തുറക്കപ്പെടട്ടെ എന്നാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ശരീരത്തിൻ്റെ 5 അവയവങ്ങൾ ദൈവം തൊട്ട് തുറന്നു തന്നാൽ നമുക്ക് ദൈവത്തെ അറിയാൻ എളുപ്പമാകും, ബൈബിൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ എളുപ്പമാകും, പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം അറിയാൻ അത് എളുപ്പമാകും. 5 അവയവങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ദൈവം തന്നെ തുറന്നു തരണം. നമ്മളായിട്ട് നോക്കിയാൽ ചിലപ്പോൾ തുറക്കാൻ പറ്റുമെന്ന് വരില്ല. ദൈവം തന്നെ തൊട്ട് തുറന്നു തരണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് 16:14. ഇതിലേറ്റവും പ്രധാനപ്പെട്ട അവയവം നമ്മുടെ ഹൃദയമാണ്. അപ്പോസ്തല പ്രവർത്തനം 16:14 നമ്മൾ കാണുന്നത്, ലിദിയ എന്നൊരു സ്ത്രീ പൗലോസിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന വ്യക്തിയാണ്. അവളുടെ ഹൃദയം കർത്താവ് തുറന്നു കൊടുത്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു കൊടുത്തു. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ബൈബിൾ വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വചനം കേട്ടാൽ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന്. ശരിക്കും ലാംഗ്വേജ് കട്ടിയായതുകൊണ്ടൊന്നുമല്ല, ഭാഷയുടെ ആ ഒരു കട്ടി കൊണ്ടൊന്നുമല്ല. ഹൃദയം അടഞ്ഞു കിടന്നാൽ നമുക്ക് വചനം കേൾക്കാനായിട്ട്, വചനം മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഈ ഒരു ശരീരഭാഗം തുറന്നു കിട്ടാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രണ്ടാമത്തേതാണ് നമ്മുടെ മനസ്സ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം എടുത്താൽ അതിൻ്റെ 45-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 24:45. ഉത്ഥിതനായ കർത്താവ്, ആ ഇമ്മാവ് സംഭവമാണ്, തൻ്റെ ചുറ്റും നിന്ന് ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു കാര്യം. അവരുടെ മനസ്സ് കർത്താവ് തുറന്നു കൊടുത്തു. ചിലപ്പോൾ നമ്മുടെ മനസ്സ് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ആരെല്ലാം എന്തെല്ലാം ഉപദേശം തന്നാലും നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ സത്യമറിയാനോ സത്യമാർഗത്തിലൂടെ മുമ്പോട്ട് പോകാനോ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഇനി അത് സാധിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ മനസ്സ് തുറന്നു തരണം. ഉദ്ധിതനായ കർത്താവ് ചെയ്ത ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തേത് നമ്മുടെ കണ്ണുകൾ. ചിലർ പറയാറുണ്ട്, ബൈബിൾ അങ്ങ് വായിക്കാൻ തുടങ്ങി അന്നേരം കണ്ണടഞ്ഞു പോകും, ഉറക്കം വരും. അതല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ അന്നേരം ഉറക്കം വരും. പ്രിയപ്പെട്ടവർ, ശരിക്കും നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കേണ്ടടുത്ത് തുറന്നിരിക്കണം. അടഞ്ഞ് നമ്മൾ ഉറങ്ങേണ്ടടുത്ത് സുഖമായിട്ട് നമ്മൾ ഉറങ്ങണം. ചിലർ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരത്തില്ല, പ്രാർത്ഥിക്കാനിരുന്നാൽ അപ്പോഴേ ഉറക്കം കയറി വരികയും ചെയ്യും. നിങ്ങൾ സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ബാലാമിൻ്റെ കണ്ണ് ശരിക്കും അവൻ അടച്ചു വച്ചിരുന്നതല്ല, പക്ഷേ ആത്മീയമായിട്ട് മൂടപ്പെട്ടിരുന്ന ഒരു കണ്ണ്. അത് കർത്താവ് തുറന്നു കൊടുത്തു. അങ്ങനെ തുറന്നു കൊടുത്തപ്പോഴത്തേക്കാണ് മുമ്പിൽ നിന്ന് ദൈവദൂതനെ അവന് കാണാൻ പറ്റി. അതുവരെ കാണാതെ നേരെ നിന്നവൻ ദൈവദൂതനെ കണ്ടപ്പോഴേ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിക്കുന്നൊരു രംഗം അവിടെ കാണാൻ പറ്റും. പറയുന്നുണ്ട്, ദൈവത്തെ കാണാൻ വിശുദ്ധ കുർബാനയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തെ കണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റും. ദൈവഹിതം അറിഞ്ഞ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റും. മറ്റ് 2 ശരീരഭാഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത്. നാവിൻ്റെ കെട്ട് അഴിയപ്പെടുക, കാതുകൾ തുറക്കപ്പെടുക. ഈ 2 മേഖലയിലും പ്രശ്നം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം
51:15 വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവെ അങ്ങൻ്റെ അധരങ്ങൾ തുറന്നു തരണമേ, അപ്പോഴെനിക്ക് അങ്ങേ സ്തുതിക്കാൻ പറ്റും. സാധാരണ നമ്മൾ മോർണിംഗ് പ്രയറിനൊക്കെ ഇത് ലിറ്റർജി ഓഫ് ദി അവേഴ്സ്, അതിനകത്തൊക്കെ ആരംഭത്തിൽ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. കർത്താവ് നമ്മുടെ അധരങ്ങളെ തുറന്നു തന്നാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ എളുപ്പമാകും. പറയുന്നുണ്ട്, ഈ 5 ശരീരഭാഗങ്ങൾ കർത്താവ് തന്നെ തുറന്നു തരാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അത് സംഭവിച്ചാൽ നമുക്ക് പ്രാർത്ഥന എളുപ്പമാകും, വചനവായന എളുപ്പമാകും, വചനം മനസ്സിലാക്കാൻ എളുപ്പമാകും, ദൈവഹിതം അറിയാനും അത് നിറവേറ്റി ജീവിക്കാനും ഇതെല്ലാം നമ്മെ സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ആ ഒരു ബോധ്യത്തോടെ നമുക്കിന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ ഇക്കാര്യം നമുക്കായി ദൈവം ചെയ്തു തരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യാം.